ഇയാൾ ചത്തുകിടക്കുന്ന ഒരു ഹിമക്കരടിയുടെ പുറത്തുകൂടി കൈയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ എന്തോ പ്രാണി കടിക്കുന്നു. മാത്രമല്ല അതിൽ നിന്നൊരു ഡ്രോപ്പ് ബ്ലഡും വന്നിരിക്കുന്നു. എന്നാലും അവൻ അതത്ര കാര്യമാക്കുന്നില്ല. പക്ഷെ വളരെ വേഗത്തിൽ തന്നെ ആ മുറിവ് വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. അവൻ വേഗം തന്നെ ആ ഹിമക്കരടിയെ വന്ന് നോക്കുമ്പോൾ അതിന്റെ ബോഡി ഫുള്ള് എന്തോ പാരസൈറ്റ് കൂട്ടത്തോടെ ഇരിക്കുന്നു. അത് കണ്ട് അവൻ ഷോക്കാവുന്നു. അതിനുശേഷം അവന്റെ കയ്യിലെ മുറിവ് വലുതായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവന്റെ കൈ മുറിക്കേണ്ട അവസ്ഥ വരുന്നു. ആക്ച്വലി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഗവേഷകർ ഹിമക്കരടിയെ നിരീക്ഷിക്കുന്നതിനായി വരുന്നു. അപ്പോൾ ഈ ഹിമക്കരടി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതിനെ മയക്കുവെടി വെക്കുന്നു. പക്ഷെ ഷൂട്ട് ചെയ്തതിനു ശേഷവും അത് ബോധം കെടാതെ ഇവരുടെ നേരെ ഓടി വരുന്നു. അത് കണ്ട് ഇവർ പേടിക്കുന്നു. പക്ഷെ ഭാഗ്യത്തിന് അവരുടെ അടുത്തെത്തുന്നതിന് മുൻപ് അത് വീഴുന്നു. അതിനടുത്ത് വന്നവർ അതെന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടതും ഷോക്കാവുന്നു. നോക്കുമ്പോൾ അവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു മാമത്തിന്റെ ബോഡി ഫ്രീസ് ആയിരിക്കുന്നു. ഇവർ ഉടനെ അവിടെ ഒരു ടെന്റ് അടിച്ച് ഗവേഷണം സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ മാമത്തിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഒരു പഴയകാല പാരസൈറ്റ് ജീവനോടെ തന്നെയുണ്ട്. അതിന്റെ ആപത്തറിയാതെ അവരതിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അത് എല്ലാവർക്കും സ്പ്രെഡായി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിക്കുന്നു.